You're actually on the way. Most probably by 8:45. Okay, great. So I have some booking under the name with Salu for to at 8:45. In your contact details is 859. Thank you. താങ്ക് യു. ഓക്കെ സുഹൃത്തുക്കളെ, 5 രാജ്യങ്ങളിലെ ഒത്തന്റിക് ഫുഡ് ട്രൈ ചെയ്തതിനു ശേഷം ഫുഡ് ഡാഡി വിത്ത് കാർത്തിക് സൂര്യ ഇന്ന് പോകുകയാണ് തായ്ലൻഡിലെ ഫുഡ് കഴിക്കാൻ. അതെ സുഹൃത്തുക്കളെ, യെസ് ഗൈസ്, ഇത് ഗ്രാൻഡ് ഹയാത്ത് അറിയാലോ നിങ്ങൾക്ക്, 5 സ്റ്റാർ ഹോട്ടലിനകത്ത് സ്ഥിതി ചെയ്യുന്ന, നമ്മുടെ റെസ്റ്റോറന്റ് ഷെഫുള്ള നമ്മുടെ ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്ന പോലെ, ലേമറിനകത്ത് സ്ഥിതി ചെയ്യുന്ന പോലെ തായ് കുസീൻസ് ട്രൈ ചെയ്യാനായിട്ട് തായ് സോൾ എന്ന് പറഞ്ഞ കട ഗ്രാൻഡ് ഹയാത്തിനകത്താണ് ട്രൈ ചെയ്തത്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ ഗ്രാൻഡ് ഹയാത്തിൽ വിളിച്ച് എന്നിട്ട് അവിടെ ആൾക്കാരെടുത്തപ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാൻ പറഞ്ഞു. അവിടെ സനുബ്രോ തായ് സോളിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു. അവിടെ എടുത്തപ്പോൾ ഒരു പെണ്ണുമ്പിള്ള എടുത്തിട്ട് ഉടുക്കത്തെ ഇംഗ്ലീഷ്. അപ്പൊ സനുബ്രോ അവളുടെ അടുത്ത് സംസാരിച്ച്, അവളെന്ന് പറയുന്നത് ഡിസ്റെസ്പെക്ട് ആണ്, പുള്ളിക്കാരുടെ അടുത്ത് സംസാരിച്ച്. തിരുവനന്തപുരത്ത് കുറച്ച് സ്ലാങ് ഉണ്ടല്ലോ സനുബ്രോ. അതെ, അപ്പം നമ്മുടെ ലോക്കൽ സ്ലാങ് ആൾക്കാർക്ക് കുറച്ച് റൂഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ആണല്ലേ? ഓ, എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്നുള്ളത് അപ്പോ ആ പുള്ളിക്കാരി നമുക്ക് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. ഐ മീൻ ടേബിൾ ഫോർ 2 ബുക്ക് ചെയ്ത് ഞങ്ങള്. അപ്പൊ നമ്മൾ ഇതുവരെ ഏതൊക്കെ രാജ്യങ്ങൾ കവർ ചെയ്ത് സനുബ്രോ? ഇറ്റലി കവർ ചെയ്ത്, കൊറിയൻ കവർ ചെയ്ത്, ചൈനീസ് കവർ ചെയ്ത്, ഇന്ത്യൻ കവർ ചെയ്ത്, പിന്നെ എന്നും നമ്മൾ കവർ ചെയ്യുന്നതാണല്ലോ. ഇനി നമുക്ക് കവർ ചെയ്യാൻ വെറും 191 രാജ്യങ്ങൾ മാത്രം ബാക്കി. നമ്മുടെ ജീവിതം ഇനിയും ബാക്കി. സനുബ്രോ 191 രാജ്യങ്ങളിലെ ഫുഡ് കഴിച്ചിട്ടല്ല, 196 രാജ്യങ്ങളുടെ സെറ്റപ്പ് തന്നെ. നമ്മളൊന്ന് ദുബായ് പോയാൽ മതി, അവിടെ അത്യാവശ്യം ഒരു 10-30 ക്യുസീൻ ഒറ്റയടിക്ക് ഞാൻ നിനക്ക് എക്സ്പ്ലോർ ചെയ്ത് തരാം. അത് ഈസി ആയിട്ട് നമുക്ക് ഒരു 30 രാജ്യം ഒരു ദുബായ് ട്രിപ്പിൽ കവർ ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ബാക്കിയുള്ളത് നമുക്ക് 30 ദിവസം, ഒരു ദിവസം ഈ 2 അല്ലെങ്കിൽ 3 നേരം ഫുഡിന് 3 ക്യുസീൻ ചൂസ് ചെയ്താൽ മതി. സനുബ്രോ, ഇത് സംഭവം എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ പോഡ്കാസ്റ്റ് എടുക്കുന്ന പോലെയാണ്. ദിവസം 3 എണ്ണമൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെന്റലി ഫെറ്റീഗ്ഡ് ആയിപ്പോ. നമുക്ക് ഒരു ദുബായ് ട്രിപ്പ് പോവാം 10 ദിവസത്തെ, എന്നിട്ട് നമുക്ക് 20 കുസീന് കവർ ചെയ്ത് തിരിച്ചു വരാം. ഇവിടെ വേണ്ടി മാത്രം ദുബായ് ട്രിപ്പാണ് എന്റെ അമ്മോ. എനിക്ക് കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ട്, പക്ഷെ അടുത്ത് പോലെ ഞാൻ അവിടെ പോയിട്ട് അവസാനം പിന്നെ റെസ്റ്റോറന്റിന്റെ അകത്ത് ജീവിക്കേണ്ടി വരും. രാവിലെ എണീക്കുന്നു റെസ്റ്റോറന്റ്, അല്ലെങ്കിൽ നമുക്ക് രാവിലെ എല്ലാം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി പിടിച്ചിട്ട് രാത്രി ഓരോ ക്യുസീൻ ട്രൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 10 ദിവസം 10 ക്യുസീൻ. ഞാൻ പറഞ്ഞ നമുക്ക് ഭയങ്കര പാടായിട്ടുള്ള 10 ക്യുസീൻ, അതായത് പോവാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങളെ സാധനങ്ങൾ നമുക്ക് ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ഉണ്ടെങ്കിൽ തപ്പി പിടിച്ചിട്ട് കഴിക്കാം. അതിന് വേണ്ടിട്ട് നമുക്കൊരു യാത്ര വെക്കാം. ട്രിപ്പ് എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങൾ നമ്മൾ അങ്ങനെ കവർ ചെയ്യാം. അതാകുമ്പോ നമുക്ക് ഒരു ഷോർട്ട് കട്ട് ആവും. അതെ അതെ അതെ, നമ്മുടെ ബഡ്ജറ്റ് ട്രാവൽ. അതെ, ഇത് പാവപ്പെട്ടവരുടെ ഫുഡ് വണ്ടർ ഫുഡ് ട്രിപ്പ് അതൊക്കെയുണ്ട്. അതെ, ഫുഡ് ട്രാവലർ ആണ് സുഹൃത്തുക്കളെ. അപ്പൊ ബഡ്ജറ്റ് ട്രാവലിംഗ്. പക്ഷെ സനുബ്രോ ഇന്നും കൂടെ ആകുമ്പോ നമ്മൾ മൊത്തത്തിൽ 6 രാജ്യങ്ങൾ കവർ ചെയ്യും. അത് വലിയ കാര്യമല്ലടാ. എപ്പോ തുടങ്ങിയത്? ഒരു മാസത്തില. സത്യം. അത്രയല്ലേ ആയുള്ളൂ. നിങ്ങൾ പറ, നിങ്ങൾ എത്ര രാജ്യങ്ങളുടെ ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്? എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ആലോചിക്കണം. ഞാൻ സത്യം പറഞ്ഞ ദുബായിൽ ആയിരുന്ന സമയത്ത് എപ്പോഴും ട്രൈ ചെയ്യായിരുന്നു ഓരോ സാധനങ്ങൾ. +2 അല്ലെങ്കിൽ ഒരു കോളേജ് സമയം വരെ സനുബ്രോ ഞാൻ ഒരൊറ്റ രാജ്യത്തിന്റെ ഫുഡേ കഴിച്ചിട്ടുള്ളൂ. അത് ഇന്ത്യയുടെയാണ്. ഈ ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ കഴിച്ചിട്ടുള്ളത്. അങ്ങനെ. പക്ഷെ ഞാനല്ലേ, എനിക്ക് അവിടെ ഇഷ്ടമാണ്. ബേസിക്കലി അവിടെ നമ്മൾ റെസ്റ്റോറന്റിൽ പോകുമ്പോഴേ ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഡിഫറെന്റ് ക്യുസീൻ ആണെങ്കിൽ ഷെഫ് ആ രാജ്യക്കാരനായിരിക്കും. അവരത് ബേസിക്കലി ഇൻഗ്രീഡിയൻസ് മൊത്തം ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടാണ് ചെയ്യുന്നത്. ആസ് ഓതന്റിക് ആസ് പോസിബിൾ ആണ് അവർ ചെയ്യുന്നത്. മനസ്സിലായി? ഇത്രയും കൾച്ചറൽ ലൈക്ക് ഒരു മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റ് ആണ് ദുബായ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു റഷ്യൻ റെസ്റ്റോറന്റ് നമ്മൾ പോയി തുടങ്ങി. നമ്മൾ മലയാളി ഷെഫിനെ കൊണ്ടുപോയിട്ട് ഇത് റഷ്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാണല്ലോ അവർ പിടിച്ച് ഇടിക്കും റഷ്യക്കാർ വന്നിട്ട്. അപ്പം ബേസിക്കലി ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ആ ഒരു എല്ലാ കൺട്രിയിലെയും സിറ്റിസൺസ് ഉള്ളതുകൊണ്ട് ആ സാധനം അവർ റഷ്യൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ സാധനത്തിന്റെ ടേസ്റ്റ് ആയിരിക്കും. ശരിയാണ്. അവിടെ മലയാളി റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ മലയാളി ഫുഡിന്റെ ടേസ്റ്റ് ആണല്ലോ. അല്ലേ? അതാണ്. അതെ, അപ്പൊ അതുപോലെ അതേപോലെ എല്ലാം ഏത് രാജ്യത്തിന്റെ എടുത്തു കഴിഞ്ഞാലും അവരത് മാക്സിമം ഓതന്റിക് ആയിട്ട് സെറ്റ് ആക്കാൻ നോക്കും. റഷ്യൻ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. എന്തിനാണ് റഷ്യയിലെ ഫുഡ്? റഷ്യ കുറച്ച് ബ്ലാൻഡ് ആണ്. ഞാൻ കഴിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം എനിക്ക് വലിയ എരിയും പുളിയും ഒന്നും ഇല്ലാത്ത സംഭവമാണ്. മദർ റഷ്യ ഒരു എന്തൊക്കെ സൂപ്പൊക്കെ കുടിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കുറച്ച് വർഷം മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയാണ്. മീറ്റിന്റെ എന്തോ സ്റ്റൂ പോലെ എന്തോ സാധനം. പേരൊക്കെ ഭയങ്കര പാടാണ് പറയാനായിട്ട്, പ്രൊണൗൺസിയേഷൻ. പിന്നെ ഇന്ന് പക്ഷെ എനിക്ക്
പൂര വിശപ്പായിട്ടിരിക്കുകയാണ് സനു ബ്രോ. ഓ തായ് ഫുഡ് കുറച്ച് റിച്ച് ആണ്. ചിലതൊക്കെ കുറച്ച് ഫ്രൈഡ് ഐറ്റംസ് ആണ്. തായ് കറി ഉണ്ട്. അല്ല അതുകൊണ്ട് അതുകൊണ്ടല്ലേ 5 സ്റ്റാർ ഹോട്ടലിലാടാ പോണ നമ്മള്. പക്ഷെ ശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിന്റെ കാർഡുണ്ട്. നമ്മൾ പോകുമ്പം 2 പേരായിട്ടാണ് പോണെങ്കിൽ 50% ഡിസ്കൗണ്ട് ആണ്. അവന്റെ കാർഡ് വിളിച്ച് മേടിച്ചു സനു ബ്രോ. ഇങ്ങനെ മറ്റേ അല്ല കാർഡിന് നമ്പർ കൊടുത്താൽ അവന്റെ ഫോണിൽ ഒരു OTP ഒക്കെ വരും. അവന്റെ വിളിക്കാം. ആ OTP അവരുടെ അടുത്ത് പറയണം. എന്തൊക്കെയോ സുന ഉണ്ട് അതില്. പണിയാണത്. 50% ഡിസ്കൗണ്ട് കിട്ടുമായിരുന്നേ അതൊന്നും നോക്കായിരുന്നു. ആള് കൂടുന്നതനുസരിച്ച് 50, 40, 30, 20 എന്നുള്ള രീതിയിൽ അതിങ്ങനെ താന്നാന്ന് വരും. ചില നല്ല സംഭവമാണ് കേട്ടാ. ഇപ്പൊ അതിലൊക്കെ റെഗുലർ ആയിട്ട് പോണവർക്ക് ഗുണമാണ് ആ സംഭവം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഈ തായ്ലാൻഡ് ഫുഡ് അവന് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവം. ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് തായ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞാൻ ചൈനീസ് കഴിച്ചിട്ടുണ്ട്, കൊറിയൻ കഴിച്ചിട്ടുണ്ട്, ജാപ്പനീസ് ഇപ്പൊ കഴിച്ചാണ്. തായ് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. മലേഷ്യ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ മലേഷ്യ പോയപ്പോ നമ്മൾ കഴിക്കുന്നില്ലേ ഇതൊക്കെ ഏകദേശം ഒരേ ടേസ്റ്റ് പ്രൊഫൈലിൽ വരുന്ന കാര്യങ്ങളാണ്. ഏഷ്യൻ ഫുഡ് അല്ലേ നമ്മൾ ഈ കഴിക്കുന്ന. അതായത് നമുക്കൊരു ഭയങ്കര കുതിച്ചാട്ടം എന്ന് പറയാൻ പറ്റൂല ടേസ്റ്റിന്റെ പ്രൊഫൈലില്. അത് നമ്മൾ എന്തായാലും വേറെ ഇൻഗ്രീഡിയൻസും വേറെ പ്രിപ്പറേഷൻ സ്റ്റൈലും ആ രീതിയിലുള്ള ഒരു രാജ്യത്തിലോട്ട് ചാടിയാലേ നമുക്ക് ആ ഒരു ജമ്പ് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മള് ജപ്പാൻ, ചൈന മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സിസ്റ്റർ കൺസേൺ പോലത്തെ സംഭവങ്ങളാണ്. മനസ്സിലായി? സിസ്റ്റർ കൺസേൺ എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മളെ തന്നെ ആയിട്ടുള്ള സ്ഥാപനങ്ങളെന്ന് നമ്മൾ പറയാറില്ലേ, സഹോദര സ്ഥാപനം. അത് തന്നെ സംഭവം. അപ്പൊ അതേപോലത്തെ ഒരു സംഭവമാണ് ഈ ഏഷ്യൻ ക്യൂസീൻ നമ്മൾ ട്രൈ ചെയ്യുന്നത്. ചിലപ്പോ ചിലതിൽ എരി കൂടും, ചിലപ്പോ മറ്റേ മുളക് യൂസ് ചെയ്യണത് വേറെ തായ്ലൻഡ് അവിടെ കിട്ടുന്ന മുളകായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഡിഫറൻസ് അല്ലാതെ ഭയങ്കര ഒരു ജമ്പ് നമുക്ക് ഇപ്പൊ ഇതുവരെയായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലല്ലോ. ജപ്പാനും കൊറിയനും എല്ലാം ഏകദേശം കുറച്ചൊരു ഓൾമോസ്റ്റ് സിമിലാരിറ്റി ഉള്ള ക്യൂസീൻസ് ആണ്. അതെ അതെ. അപ്പൊ നമ്മൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്സിക്കൻ ട്രൈ ചെയ്യാം വേണമെങ്കിൽ ഒരു ദിവസം. ഇവിടെ മറ്റേ ഒരു റെസ്റ്റോറന്റ് പോർച്ചുഗീസിന്റെ റെസ്റ്റോറന്റ് ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു സൂയി അടിക്കാൻ കൈസ് അവിടെ പോയി പോർച്ചുഗീസ് ട്രൈ ചെയ്യണേ നിങ്ങൾ പറ. നമുക്ക് ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് പ്രൊഫൈല് പിടിക്കാം. അപ്പോഴേ നമുക്ക് സത്യം പറഞ്ഞു ഇത് നമ്മുടെ കുറച്ച് നാളത്തേക്കുള്ള ഏഷ്യൻ നമുക്ക് നിർത്താം. ഇത് ലാസ്റ്റ് ഏഷ്യൻ ചവിട്ടി പിടിക്കുകയാണ് കൈസ് നമ്മൾ. എന്നിട്ട് നമുക്ക് കുറച്ചു മുമ്പായിരുന്നെങ്കിൽ വിയറ്റ്നാമീസ് ഒരു ഫുഡ് പോപ്പ് വന്നായിരുന്നു. വിയറ്റ്നാമിന്ന് ഒരു ഷെഫ് വന്നിട്ട് ടൗൺ പ്ലാസയിൽ ഈ ഫുഡ് ഫെസ്റ്റിവൽ നടത്തി. പക്ഷേ പോയി കഴിച്ചവരൊക്കെ പറഞ്ഞ് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഫെസ്റ്റിവൽ വരുമ്പോ നമുക്ക് ഒതന്റിക് ആയിട്ട് കിട്ടും. ബിക്കോസ് അവർ ആ ഷെഫ് അല്ലേ വരുന്നത് അവിടെ നിന്ന്. അവര് വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അവിടെ ക്യാമറയൊക്കെ നോക്കി കേട്ടോ. അത് ഒരുമാതിരി പുതിയ ആംഗിളിലൊക്കെ ചെരിഞ്ഞൊക്കെ പോണ്. അതൊക്കെ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് എന്റെ നെഞ്ചൊന്ന് പെടഞ്ഞു കേസ്. അതിങ്ങനെ ചെരിഞ്ഞങ്ങ് പോകുന്നു. റോളർ സ്കേറ്ററിൽ ക്യാമറ റോളർ സ്കേറ്റ് ചെയ്യുന്ന പോലെ നൈസ് പുതിയ ആംഗിൾ ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി ഞങ്ങൾ ഹയാത്തിലോട്ട് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ഹയാത്തിലേക്ക് എത്തുകയാണ് സുഹൃത്തുക്കളെ. സനുബ്രോ ഇതെന്താ ഇത്ര ചുമല കളർ ഇരിക്കണത്? അമ്പരചുംബികളായ അല്ലെ അമ്പരചുംബി എന്താ ഇത്ര ചുമന്നിരിക്കണത്? അതെനിക്ക് എന്തോ ഇന്ന് ഡേഞ്ചർ ആണെന്നെല്ലാം പറയണതാണെന്ന് എനിക്ക് അറിഞ്ഞു. ഇന്നും ചുവന്നാണ് ഇന്നത്തെ പ്രത്യേക ചോപ്പ്. ഗൈസ് നമ്മൾ വന്നത് കാരണം അവര് ചോപ്പ് ഇട്ടതാണെന്ന് തോന്നുന്നു. നമ്മളത് ഡേഞ്ചർ വന്നെന്നല്ല വിചാരിച്ചിട്ടാണ്. എനിക്കുണ്ടല്ലോ എറണാകുളത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സ്റ്റാർ ഹോട്ടൽ ഇതാണ്. എന്നാൽ പേഴ്സണൽ ആയിട്ട് എനിക്ക് കൂടുതൽ നിന്നിട്ടുള്ളത് ലെ മെറിഡിയനിലാണെങ്കിലും ഇവിടത്തെ സ്റ്റാൻഡേർഡ്സ് ഞാൻ ഇവിടെ ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്യായിരുന്നു ഗൈസ്. ഹയാത്തിന്റെ ഒഫീഷ്യലി ഇവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ ചെയ്യായിരുന്നു. പിന്നെ ഞാൻ വെഡിങ് ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്യാൻ ഇവിടെ നടക്കുന്ന ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ ഞാൻ കവർ ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഹയാത്തുമായിട്ടൊരു ബന്ധം. ഇതൊരു മാതിരി എന്റെ എന്തോ കളിക്കളമായിരുന്നു. ഞാനിങ്ങനെ ചുറ്റും ഓടി കളിക്കുകയായിരുന്നു. അങ്ങനെയല്ല, എന്റെ വർക്കിന്റെ രീതിയിലുള്ള കളിക്കളമാണ്. അവര് പറയണതിന്റെ രീതിയിൽ എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അതുകൊണ്ടാണ് ഈ അഡ്വാൻസ് ആയിട്ട് ഞാൻ അതങ്ങ് ക്ലാരിഫൈ ചെയ്തത്. വാലേക്ക് കൊടുക്കട്ടെ ഫൗണ്ടനെ നോക്കെ നല്ല ഭംഗിയുള്ള ഒരു ഫൗണ്ടൻ അല്ലേ? ഇതെനിക്കൊന്ന് പുതിയതായിട്ട് അവർ വെച്ചതാണെന്ന് തോന്നുന്നു. പുതിയ ഫൗണ്ടൻ ആണെന്ന് തോന്നുന്നു അല്ലേ സനിബ്രോ? ഇവിടെ ക്യാമറ കുറച്ച് സീനാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്നാ നൈസായിട്ട് നമുക്ക് ഫുഡിന്റെ അവിടെ എത്തിയിട്ട് എടുക്കാം അല്ലേ? പക്ഷെ ക്യാമറ എന്മാർ കേറ്റോന്നുള്ളത് കുറച്ച് അത് ഞാൻ എന്റെ നിക്കറിന്റെ അകത്ത് വെക്കാം. ഞാൻ ക്യാമറ അകത്ത് സ്മഗിൾ ചെയ്ത് കയറ്റട്ടെ ഗൈസ്. എന്റെ മോനെ ഗൈസ്, എലിവേറ്ററിന്റെ ഒക്കെ ഇത് കണ്ണാടി കണക്കിരിക്കണം. ഞാൻ പറഞ്ഞില്ല വൈബ് ഞാൻ പറഞ്ഞില്ല സനിബ്രോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളും ഒക്കെ. ഭയങ്കര ഒരു പ്രീമിയം ഫീൽ ആണ് ഗൈസ്. അത് CCTV ക്യാമറ. ഇവിടെ കിടന്ന് ഉറങ്ങാല്ലേ, സത്യം ഭയങ്കര അടിപൊളിയല്ലേ. ഇവര് ശരിക്കും ആ പ്രീമിയം ഫീല് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സനിബ്രോ ഇവിടെ എങ്ങാണ്ടല്ലേ നമ്മളന്ന് ജാപ്പനീസ് ഫുഡ് ട്രൈ ചെയ്യാൻ വന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ് ഈ സ്ഥലം. പക്ഷെ ഇതിപ്പോ ഉണ്ടോ തായ് സോൾ
തായ്ലൻഡിന്റെ ആത്മാവെന്നാണെന്ന് തോന്നുന്നു. അയ്യോ അതും മിറർ കേട്ടാ. ഹായ്. ഉഫ് ഗൈസ്, ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട് പണ്ട്. ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും കണ്ട് ഞാൻ ഷാസിന്റെ സനുഭവം ഇവിടെ നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ഉണ്ട്. പക്ഷെ കണ്ടോ കാണുന്നില്ലല്ലോ നമ്മളെ ഇരുത്താൻ. നമുക്ക് ഇരുന്നാ പോരെ, ആരെങ്കിലും ഇരുത്തണം. ബുക്കിംഗ് നോക്കണം അല്ലേ അത് ടേബിളിലാണെന്ന്. ഇതൊക്കെ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഓ ഗൈസ്, എന്തൊക്കെയോ വ്യത്യസ്തമായ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെന്താ നൂഡിൽസോ പാസ്ത ആണെന്ന് തോന്നുന്നു. ഇത് നമ്മളെ മറ്റേ അമ്പലപ്പറമ്പിലൊക്കെ കിട്ടുന്ന പപ്പടമാണെന്ന് തോന്നുന്നു. ഇതെന്തിനാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അലങ്കാര വസ്തുക്കളാണെന്ന് തോന്നുന്നു കേട്ടോ. സീറ്റ് തപ്പട്ടെ. സീറ്റ് വാക്കിനാണോ? പിന്നെ എന്താ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തത്? ഈ തായ് ചേച്ചിയുടെ ചോദിച്ചു നോക്കൂ. വരുന്നുണ്ട്, വെറുതെ നാണക്കേടാവണ്ട. എനിക്കാണെങ്കിൽ ഇരിക്കണേന്ന് എണീക്കുന്നത് പോലത്തെ ഒരു ചമ്മലുണ്ട്. വേറൊന്നും ഇല്ലല്ലേ? ഞാൻ ഹോട്ടലിൽ തലകീഴായിട്ട് മറിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനുകൾ. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് ഇരിക്കും. നമുക്ക് അടിയുണ്ടാക്കാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുഴുക്കാറുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആ ചേച്ചിയുടെ ചോദിച്ചു നോക്ക്. സനുബ്രോ ചോദിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. സനുബ്രോ ഏത് നിമിഷം വേണമെങ്കിലും ചോദിക്കാം. മന്ദം മന്തി നടക്കുന്ന സനുബ്രോ തായ്ലൻഡ് ഭാഷയിൽ ആ പയ്യനോട് എന്തോ മൊഴിയുകയാണ്. ആ പയ്യൻ തായ് ഭാഷയിൽ തിരിച്ചെന്തോ മൊഴിയുന്നുണ്ട് എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ഒന്നും മൊഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. 2 പേർക്ക് അവിടെ സെറ്റാണ്. ഓക്കെ. ആ പയ്യൻ നമുക്കൊരു സീറ്റ് തന്നിരിക്കുകയാണ്. സനുസ് ബുക്കിംഗ്. അവൻ കപ്പ് മലത്ത് തരുന്നു ഞങ്ങൾക്ക് വേണ്ടി. മാംഗോ സ്റ്റിക്കി റൈസ്. അതെന്താ? മാങ്ങാച്ചോ ഭയങ്കര ഫേവറേറ്റ് ആണ് എല്ലാവരുടെയും. ഞാൻ ഇത് കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. മിൽക്കും നല്ല പഴുത്ത തേങ്ങാപ്പാലും മാങ്ങാച്ചോറും. തേങ്ങാപ്പാൽ എന്തോ ആ വെള്ള ക്രീം ഒഴിക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് ഇത് കൂടിയിരിക്കണം. ഞാൻ ഇതൊന്ന് സെറ്റാക്കാൻ നോക്കട്ടെ. ഇപ്പൊ സെറ്റായണ്ടായി. ഇപ്പം ആ മഞ്ഞിപ്പ് പോയില്ലേ, ഇപ്പൊ കറക്റ്റ് കളറായി. മഞ്ഞ ഇഷ്ടമല്ലേ? അല്ല, അത് കുറച്ച് കൂടുതൽ മഞ്ഞായിരുന്നു സാധനം. ഇപ്പം ഇപ്പൊ കറക്റ്റ് കളറിലാണ് നമ്മൾ നിൽക്കുന്നത്. മെനു വന്നിട്ടുണ്ടോ? എവിടെ എൻ്റെ മെനു? താങ്ക് യു. ഇത് തന്നെ ഒരു കിൻഡലുണ്ട്. എന്തോ സംസാരിക്കണം. തായ് സോള് കണ്ട. ഇത് ഇവരുടെ മെനു തന്നെ കണ്ട. നല്ല കട്ടിയാണ്. പുതിയ മെനു ആണ് കേട്ടോ. ആണോ? നേരത്തെ ഇപ്പം വേറെ മെനു ആയിരുന്നു. ചൂടുവെള്ളം മതി. നോർമൽ ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടർ ആണോ? ഓ, ചൂടുവെള്ളം. ലൂക്ക് വാം വാട്ടർ. ആ കുപ്പി എത്രയാണെന്ന് ശ്രദ്ധിച്ചോ? 200. ആണല്ലേ? 200. ഒഴിച്ചോളൂ. യെസ്. ഈശ്വര, 200 രൂപയുടെ കുപ്പി പൊട്ടി. നമ്മള് 200 രൂപയുടെ വെള്ളം കുടിക്കുകയാണ് സുഹൃത്തുക്കളെ. ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയണമല്ലോ. നോക്കാം. ഞാൻ ഈ ടെക്നീക്കാണ് ഗൈസ്. നമ്മൾ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം ചൂടാക്കിക്കൊണ്ട് തരാനേ പറ്റുള്ളൂ. അത് എക്സ്ട്രാ പൈസ ഉള്ളതല്ല. 200 രൂപയുടെ വെള്ളം എങ്ങനെയുണ്ട്? പൈപ്പ് വെള്ളം പോലെ ഉണ്ടോ? ചൂടുവെള്ളം. കണ്ട ഗൈസ്, കണ്ട. ഇതാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണ്ട. എനിക്ക് ബുദ്ധി നേരത്തെ ഉണ്ട്. ഞാൻ രണ്ടിൻ്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. ഇപ്പം ആദ്യം ഫ്രീ വാട്ടർ. ഇതിനൊരു ചെറിയ പൈപ്പ് വെള്ളം വെള്ളം 200 രൂപ. 200 രൂപ വെള്ളം. മറ്റേ ഹാർഡ് വാട്ടറിന്റെ ഒക്കെ ടേസ്റ്റ് അല്ലേ? ഒരു വെള്ളം മറ്റേ ആൽക്കലൈൻ ഫാക്ടറില്ലേ? PH ഫാക്ടറിന്റെ അതനുസരിച്ചിട്ടാണ് ഈ വിലയെ കൊണ്ട്. ആണല്ലേ? ഞാൻ പണ്ട് ദുബായിലായിരുന്നപ്പോ എവിയാന്റെ ഓർഡർ ആയിക്കുവായിരുന്നേ. അതെന്ത് വാട്ടറാണ്? ഇവിടെ നമ്മുടെ നാട്ടിൽ 600-700 രൂപ ചെറിയ കുപ്പിക്ക്. ഇതാണ് കേസ് നമ്മളിപ്പോ കുടിച്ച വെള്ളം. ഹിമാലയൻ ഇന്ത്യൻ ആണെന്നോ? അതെ, ഇത് ഇന്ത്യൻ ആണെന്നോ? നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് വെള്ളമായിരിക്കും. ഹിമാലയത്തിന്റെ ടേസ്റ്റ് കേട്ടാ. നിങ്ങൾ ഹിമാലയത്തിൽ നക്കി നോക്കിയിട്ടില്ല? നമ്മളെ കുടിക്കുമ്പോ തന്നെ നമുക്കൊരു മലമുകളിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളത്തിന്റെ ഒരു. അതെ 200 രൂപ കൊടുക്കുമ്പോൾ മലയല്ല, കുളത്തിന്റെ അകത്തുനിന്ന് വന്ന ടേസ്റ്റ്. എന്റെ വെള്ളം ഏതാണ്? ഇല്ല, നമ്മളൊന്ന് ഓർഡർ ചെയ്യട്ടെ. എന്റെ വെള്ളം ചൂടുവെള്ളം. അത് ചൂടൊന്നും ഇല്ലല്ലോ. ചൂടുണ്ട്. ലൂക്ക് മാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ വെള്ളം. എന്റെ വെള്ളം കുടിച്ചു നോക്ക്. കൊള്ളാം കേട്ടാ. കൊള്ളാല്ലേ? നമുക്ക് ആരോഗ്യം കുറച്ച് നല്ലതാവുമായിരിക്കും. 200 വെച്ച് തന്നാണ്ടല്ലോ പോയെഴുന്നേറ്റ്. നിങ്ങൾ 200 രൂപയ്ക്ക് ഒന്ന് വാങ്ങി കുടിക്കേണ്ട കേസ് വെള്ളം. ഇത് വല്ലപ്പോഴാണ്. എന്നും 200 രൂപ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നതാണ് നിങ്ങളെ വിചാരം. ഏതോ എടുത്ത് അവിടെ മറ്റേ US കണ്ടില്ലേ? എത്ര രൂപയുടെ വെള്ളം മറ്റേ കമ്മുത്തിയിട്ട് മുഖം എടുത്ത് മുക്കണം. ആ ട്രെൻഡ് എന്ത്? അത് വയ്യാത്ത ഒരുത്തനാണ് അവ. അതുകൊണ്ട് പൈസ ഉണ്ടാക്കണം. അതുകൊണ്ട് മുക്കുന്നവൻ. നിനക്ക് ഉണ്ടാക്കടാ. 200 രൂപയുടെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. കൈ മുക്കിയ എന്തെങ്കിലും ചെയ്ത് സെറ്റ് ആക്കാം. ഓക്കെ സനുബ്രോ, ഇതാണെന്ന് തോന്നുന്നു ഇവിടത്തെ ഷെഫുകൾ കേട്ടോ. അവിടെ നിൽപ്പുണ്ടല്ലേ?
അവന് കുക്ക് ചെയ്യണൊക്കെ പോയി ഷൂട്ട് ചെയ്തോ? ഈ മെനു ഒക്കെ ഭീകരനാണ് കേട്ടോ. അപ്പൊ ഹെഡ് തോട് താ കറി കലക്രായി 600. സത്യമായിട്ട് ആദ്യത്തെ സാധനം അതാണ്. ഹെഡ് തോട് താട്ട് കറി അങ്ങനെയും വായിക്കാം. ഇതൊക്കെ വിലയെല്ലാം ഒരു 600+ ആണ്. പിന്നെ ടേസ്റ്റ് യാംസോങ് ഓജെ കാണാൻ നല്ല ഭംഗിയാണ്. എന്റെ പൊന്നോ, ഇവിടെ പാട്ട് പാടുന്ന പോലെ സാധനം മതി. ഇതിപ്പോ എല്ലാ സാധനവും കൂടെ നമ്മൾ ഒരുമിച്ച് ഓർഡർ ചെയ്യാനുള്ള സീനാണ്. സനി ബ്രോ, പാട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓർഡർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞങ്ങൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഏതൊക്കെ ഓർഡർ ചെയ്ത് കാണിക്കണമെന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വരാം ഗൈസ്. ഷെഫുള്ള വന്നപ്പോഴത്തേക്ക് നമ്മുടെ അതിനകത്ത് അലർജിയെ കുറിച്ച് എക്സ്റ്റെൻസീവ് ആയിട്ടൊരു സാധനം പറഞ്ഞ് ഓർമ്മയുണ്ട ഈ മെനുവിനകത്തുണ്ട് കേട്ടോ ഗൈസ്. 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് വന്നപ്പോഴത്തേക്കും വേണ്ട ഇതാണ് സാധനങ്ങളെ. ഇതിൻ്റെ അകത്ത് സോയ, പീനട്ട്, ഡയറി, ഫിഷ്, സെസമി, ഗ്ലൂട്ടൺ, എഗ്ഗ്, ഷെൽ ഫിഷ്, നട്ട്സ് ഇതെല്ലാം അടങ്ങുന്നത് ഏതൊക്കെ ഡിഷാണെന്ന് നമുക്ക് ഈ ഡിഷിൻ്റെ ഇത് നോക്കുമ്പം അതിൻ്റെ സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മറ്റേ ഇലയുണ്ട്, സോയ ഉണ്ട്, പീനട്ട്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മേളിൽ നോക്കുകയാണെങ്കിൽ ഇത് നോൺ വെജ് ആണ്. ഇതിനകത്ത് മീനുണ്ട്, എഗ്ഗുണ്ട്, നട്ട്സ് ഉണ്ട്. അപ്പം ഇത് നോക്കുമ്പോൾ അലർജി ഉള്ള ഒരാൾക്കാണ്, അല്ലെങ്കിൽ അലർജി ടെസ്റ്റ് എടുത്തിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഇന്ന സാധനങ്ങൾ ഇല്ലാത്ത ഡിഷ് നോക്കി എടുക്കാം കേട്ടോ. എനിക്കുണ്ടോ അലർജി? സനിബ്രോക്ക് എന്തിനാണ് അലർജി? അത് നല്ലതായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ശരിക്കും ഒരു അലർജി ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഷെഫ് പിള്ളയുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങൾ പിള്ളച്ചേട്ടൻ്റെ പോഡ്കാസ്റ്റ്, ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ആണ് ഗൈസ്. ഫുഡ് ഇൻഡസ്ട്രിക്ക് അകത്തോട്ട് ഒരു എത്തിനോട്ടമാണ് ശരിക്കും ആ പോഡ്കാസ്റ്റ്. അതിന് അലർജി ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, അലർജി ഒന്നുമില്ല. ഞാൻ എല്ലാം തിന്നും. ഞാനും തിന്നു. ഫുഡിന്റെ കേസിൽ അങ്ങനത്തെ ഒരു അലർജി ഇല്ല എനിക്ക്. മഷ്റൂം, വൈൽഡ് മഷ്റൂം ചെറുതായിട്ട്, വൈൽഡ് മഷ്റൂം അത് ഈ സ്റ്റാർ ഹോട്ടലിലൊക്കെ തന്നെ കിട്ടുന്ന സാധനമാണ്. അത് മറ്റേ അടിച്ച് സൂപ്പിലിടും വൈൽഡ് മഷ്റൂം. അപ്പൊ അത് ചില സമയത്ത് എനിക്ക് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. കപ്പയെന്നൊക്കെ ചിലപ്പോ കഴിക്കുമ്പോ പണി പ്രശ്നമാണ്. അതാണ്. അല്ലാതെ എനിക്ക് വേറെ ഒരു അലർജി ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള റെസ്റ്റോറന്റുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അലർജൻസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ അല്ലേ സാർ? അവര് കറക്റ്റ് ആയിട്ട് അത് കൊടുക്കും. അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിലോട്ട് വെറുതെ പണി എടുക്കൂലേ? ഫേവറേറ്റ് സാധനമാണ് പപ്പടോ. ഉത്സവത്തിന് കിട്ടും. സൂപ്പർ സാധനം. ചെല്ലമംഗലത്ത് കഴിച്ച സാധനമല്ല, സോസും കൂടെ വെച്ച് കഴിച്ചു നോക്കിയാൽ നല്ല. ഇതാണ് ഐറ്റം ഗൈസ്. ഇതാണ് നമുക്ക് എണ്ണയിട്ട് പൊരിച്ചെടുക്കണേ. സാധനം ഇവിടെ മാത്രമേ കിട്ടും. നിങ്ങൾ വന്നാണ് നമ്മളവിടെ കിട്ടും. ചാല കിട്ടും. ആ സോസുമായിട്ട് ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നത്. വെറും പൊരി കഴിച്ചു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടും. വെറും പൊരിക്ക് കിട്ടൂല. പക്ഷേ മുക്കി കഴിക്കാം. സെയിം സാധനമാണ് ഗൈസ്. നമുക്ക് കിട്ടും. ചാലയിലൊക്കെ ഇത് വാങ്ങിച്ച് പൊരിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഈ സോസിലൊക്കെ മുക്കി തിന്നാം അല്ലേ? സോസിലൊക്കെ മുക്കാം. ചില്ലി ഫ്ലേക്സിൽ ഇങ്ങനെ നിൽക്കാം. എരിയുണ്ട്. സോസ് ഞെക്ക് മുക്കിയപ്പോൾ വേറെ ലെവലിൽ പോയി ചേട്ടാ. മൂത്തവര് പറഞ്ഞ കേൾക്കണം. ഞാൻ പറഞ്ഞു ചെല്ലമംഗലത്തൊന്നും ഇത് കിട്ടൂല എന്നുള്ളത്. ചെല്ലമംഗലത്ത് ഇത് കിട്ടും, ഈ സോസ് കിട്ടൂല. സോസിലാണ് ഇതിന്റെ ടേസ്റ്റ്. മനസ്സിലായില്ലേ? പച്ചക്ക് ഇത് വേറൊരു റൈസിന്റെ എന്തോ സാധനം വെച്ച് അവർ മുക്കി പരിക്കുന്നതാണ്. എവിടെ വേണം ഉണ്ടാകാം. ഇവരുടെ ഈ സോസും കോമ്പിനേഷനുമാണ് മെയിൻ സംഭവം. മനസ്സിലായി. ഇത് ഈ സോയാ സോസും ചില്ലിയും ഇതെന്തോ സ്വീറ്റ് സോസാണ്. സോയാ സോസ് മുക്കാം. കൊള്ളാല്ലേ? 2-3 ഒക്കെ പറയണോ ഞാൻ അവിടെ വരുമ്പം? നമുക്കൊന്ന് മതി. മറ്റേ പ്രിംഗിൾസിന്റെ പരസ്യം ഉണ്ടല്ലോ, സോയാ സോസ് മുക്കുമ്പോ വേറൊരു ടേസ്റ്റിലോട്ട് കയറിപ്പോയേട്ടാ. പഴയ പ്രിംഗിൾസിന്റെ പരസ്യമുണ്ട്. പ്രിംഗിൾസിന്റെ പരസ്യമുണ്ട്. വൺസ് യു സ്റ്റാർട്ട് യു കാൻ സ്റ്റോപ്പ് എന്നുള്ളതുകൊണ്ട് ടൈമിലേ വെച്ചിട്ടാണ്. ഈ സാധനം അതുപോലെയാണ്. കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിർത്താനേ പറ്റില്ല. നമുക്ക് ഒരുപാട് ഐറ്റങ്ങൾ വേണം. ഓക്കെടാ, ശരി. എന്നെ സമ്മതിക്കൂല. പ്രിംഗിൾസിന്റെ പരസ്യം ഞാൻ സമ്മതിക്കൂല ഗൈസ്. കാരണം ഫുഡ് കൺട്രോളും കൂടെ ആണേ നമ്മള് അല്ലേ ഗൈസ്? ഇത് തിന്നാനുള്ള സനിബ്രോയുടെ സ്റ്റൈല് കാണിച്ചു തരാൻ പോവുക. എടുത്തിട്ട് അത് ഇതിൽ മുക്കണം, സോയാ സോസിൽ. എന്നിട്ട് ഈ സ്റ്റിക്കി സോസിൽ മുക്കണം. ഈ പുളിയുള്ള സാധനം ഞാൻ മുക്കാറില്ല. ഈ സ്റ്റിക്ക് ചെയ്യണോണ്ട് ഈ ചില്ലി ഫ്ലേക്സ് അത് ഒട്ടിപ്പിടിക്കും. സാധനം അല്ലേ? അടിപൊളി. എന്നെ ലക്ഷ്മി ചെയ്ത് തള്ളക്കി വിളിക്കും കേസ്. അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടാണ് തിന്നണത്. സാധനം അടുത്ത ഐറ്റം വരട്ടെ. സനിബ്രോ ഇതെന്താ വന്നേക്കുന്നത് ഇപ്പൊ? ഇത് ചിക്കൻ ഡംപ്ലിംഗ് ഇടാം. ഇത് അവരുടെ ഒരു സ്പെഷ്യൽ
ഡംപ്ലിംഗ് ആണ്. ആണോ? ചിക്കനും പീനട്ട് ഒക്കെ ഉണ്ടല്ലേ ഇതിന്റെ അത്, ചിക്കനും പീനട്ടും ആണ്. അപ്പൊ അത് ഷേപ്പ് നോക്കണേ, ഫ്ലവറിന്റെ ഷേപ്പിലാണ് അത് ചെയ്യണം. അടിപൊളി അല്ലേ? എന്ത് ഭംഗിയത് കാണാൻ. ക്യാമറ ഇപ്പൊ വരും. ഇല്ല ഇത് 5 ഉള്ളല്ലേ? മതി അത്രയും മതി. വേണോ? ഇല്ലില്ല, ഇത്ര തിന്നാൻ പറ്റുള്ള കൊണ്ട്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല പ്രസന്റേഷൻ. അത് അടിപൊളി അല്ലേ? ഇത് എടുത്തിട്ട് അത് പ്ലേറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്യാവും. ഓക്കെ, അതായത് ഈ 2 സോസ് ഉണ്ട്, ബ്ലാക്ക് ബീൻ സോസും ഇത് ഡാർക്ക് സോയ അല്ലേ ബ്രോ? ഡാർക്ക് സോയ സോസും ഇതിൽ മുക്കി കഴിക്കണം. 2 സോസിൽ മുക്കി കഴിക്കണം അല്ലേ? പ്ലീസ്. ഹായ്, എന്ത് ഭംഗിയല്ലേ അത് കാണാൻ. നോക്കി ഗൈസ്, നല്ല ടെക്സ്ചർ. വെച്ചോളൂ. ഈ ബ്ലാക്ക് ബീൻ കുറച്ച് സ്പൈസി ആയിരിക്കുമല്ലോ. ബ്ലാക്ക് ബീൻ ക്യൂട്ടാണല്ലേ വൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്രസന്റേഷൻ. ഷെഫുള്ള പറഞ്ഞത് കണക്ക് ആദ്യം ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചു തുടങ്ങണത്. അത് കഴിഞ്ഞിട്ടാണ് മണം. ഇത് സെർവ് ചെയ്യുമ്പോഴത്തേക്കും മണം വരും. അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് വായിക്കാത്തോട്ട് എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. ഞാനൊരു ഫുഡ് എന്തിനാ പറയണ സ്ഥലം, ഫുഡ് കോണിസ്യൂറായി പതുക്കെ മാറി സുഹൃത്തുക്കളെ. ഇൻ 30 to 40 years. അപ്പോഴേ ഞാൻ മിടുക്കനാവുള്ളൂ. അപ്പോഴേ കോണിസൂർ എന്നൊക്കെ അപ്പോഴേ പറയാൻ പറ്റുള്ളൂ സാർ. എനിക്ക് ഇപ്പോഴും വെച്ചേരും സംഭവം. ഇത് ഡാർക്ക് സോയ സോസ് അല്ലേ? ഇത് ഡാർക്ക് സോയ സോസ്. കുറച്ച് സ്വീറ്റ് ആയിരിക്കും. ഓ ഓക്കെ. പിന്നെന്താണ് ഡാർക്ക് ബീൻ സോസ്? ഓ, എന്താണ്, എന്ത് ബീനാണത്? ബ്ലാക്ക് ബീൻ. അത് മിക്ക ചിക്കൻ ഡിഷസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സോസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ചോപ്സ്റ്റിക്സ് എടുക്കാമല്ലോ നമുക്ക്. ചോപ്സ്റ്റിക്സ് വെച്ചാൽ വാ കൊള്ളാൻ നോക്കണേ. ഒരു തരൂ. ഇതാണ് ഡംപ്ലിംഗ്. അത് കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ. അത് ഏത് മുക്കട്ടെ? ആദ്യം ബ്ലാക്ക് ബീനിൽ പോകും. ഇതല്ലേ ബ്ലാക്ക് ബീൻ? ബ്ലാക്ക് ബീൻ സ്പൈസി ആണോ ഇത്? കുറച്ച് മൈൽഡായിരിക്കും. പയ്യെ കടിയേ, നല്ല ചൂടാവാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇല്ല, നൈസല്ല. ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ നൈസായിരിക്കുമല്ലോ. അത് മുമ്പ് കഴിച്ചിട്ടുണ്ട് ഈ സാധനം. ഇനി ആ സ്വീറ്റ് മറ്റേ സോസിലൂടെ മുക്കി കഴിച്ചോളൂ. രണ്ടും നോക്കാം. ഒരെണ്ണം നീ ഒന്ന് സോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോസ് ഇല്ലാതെ കഴിക്കാം. ഡിപ്പെൻസ് ഓൺ അവർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. എനിക്ക് രണ്ടാമത്തെ സോസാണ് ഇഷ്ടപ്പെട്ടത്. അത് സോയാണ്, സോയ് സോസാണ്. നമ്മളൊരു മൊമോസ് ഒക്കെ കഴിക്കുന്ന പോലത്തെ ഒബ്വിയസ്ലി ഡംപ്ലിംഗ് സാധനം. പക്ഷെ അകത്ത് ഫില്ലിങ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവന്മാര് ഡെക്കറേഷൻ ഉണ്ടാക്കി മാവ് കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം. അങ്ങനെയാണ് അതിന്റെ ആ ഒരു റാപ്പിംഗ് അങ്ങനെയാണ്, ഷേപ്പിലൊക്കെ വരുന്നതല്ലേ. പക്ഷെ നല്ല ടേസ്റ്റ് ചേട്ടാ. പിന്നെ അതിന്റെ അകത്ത് കളറും ഇട്ടിട്ടുണ്ട്. അവരെന്തോ ബീട്രൂട്ട് ബേസ്ഡ് എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിനകത്ത് കളർ കിട്ടാനായിട്ട്. കൊള്ളാം ഗൈസ്, കൊള്ളാം. അത് പല ഡംപ്ലിങ്സ് പല രീതിയിലാണ് അതിന്റെ മാവിന്റെ ടേസ്റ്റ് വരുന്നത്. ചില ഭയങ്കര ലൈറ്റ് കോട്ടിങ് ആയിരിക്കും. പീനട്ട് ആയിരിക്കും. പീനട്ട് ഉണ്ട് അതിൻ്റെ അകത്ത്. അത് തന്നെയല്ലോ അല്ലേ? ഓക്കെ ഗൈസ്. പക്ഷേ എൻ്റെ ടേസ്റ്റിന് കുറച്ച് മാവ് കൂടുതൽ. കഴിച്ചു കഴിഞ്ഞാൽ മാവ് കൂടുതലാണ്. അത് കഴിച്ചിട്ടുണ്ടായി നേരത്തെ. അതെയോ? ഇത് ആ ടൈപ്പ് റാപ്പിംഗ് ആണ്. പല ടൈപ്പ് ഡംപ്ലിങ്ങിനും കുറെ ഉണ്ട്. ഡംപ്ലിങ്ങും വേറെ എന്തൊക്കെയോ ഉണ്ട്. ഈ ഒതന്റിക് സാധനങ്ങളുടെ പേര് പോട്ട് സ്റ്റിക്കർ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. അതായത് ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ കൂർത്തക്കരിയും. ഡംപ്ലിങ്ങിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നത് പല, അതിന് കൺസിസ്റ്റൻസി ചിലപ്പോൾ കൂടി വരും. ചിലപ്പോൾ ലൈറ്റ് ആയിരിക്കും അതിന്റെ റാപ്പ്. അപ്പൊ നമുക്ക് വലിയ ഫീലിംഗ് ഒന്നുമില്ല. അതിന്റെ അകത്ത് ഫുള്ള് അതിന്റെ ആ ഒരു ഫില്ലിംഗ് മാത്രം. ഇത് അവർ കുറച്ച് കട്ടിക്ക് ആ ഷേപ്പ് അവരിങ്ങനെ കറക്റ്റായിട്ട് ഡിസൈൻ പോലെ വരുത്തുന്നതിന് മാവ് കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് അതിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഫില്ലിംഗ് കുറവാണ്. ഫില്ലിംഗ് കുറവാണ്. എന്നാ മാവാണ്. അകമൊന്ന് കാണിച്ചു കൊടുത്ത സാധനം ബ്രോ. ഇതിന്റെ അകത്തെ ഫില്ലിങ്സ് ഇത് തിന്നാണ്. അതിന്റെ അകത്തുള്ള സംഭവം തിന്നായിട്ട് വെച്ചിട്ട് വെളിയിലെ റാപ്പിംഗ് സംഭവം മാത്രം കുറച്ച് കട്ടിക്കും കൂടുതലായിട്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് എത്ര രൂപയാണ് ഇതിന് 5 ഉണ്ടാക്കി? ഇത് 800, 600 രൂപ. ഇവിടെ എല്ലാം ഇവിടെ വന്ന് ഒരിക്കലും ഞാൻ പ്രൈസ് നോക്കണല്ല, ഞാൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ഇത്രയൊക്കെയാണ് ഇവിടെ ആവുന്നതെന്ന്. അടുത്ത ഐറ്റം വരട്ടെ. യാ മോനെ ജിങ്കിളി പുളിപുളി. അടുത്ത ഐറ്റം എത്തി ഗൈസ്. സനുപുർ ഇതെന്താ ഇത്? സോഫ്റ്റ് ഷെൽ ക്രാബ്, തായ് ചില്ലി മയോണൈസ്. സനുപുർ ഇതിനകത്ത് കുറെ പൂവൊക്കെ കിടക്കണം. ഇത് തിന്നാനുള്ളതാണോ? അത് ഡെക്കറേഷൻ ആയിക്കോട്ടെ. അത് തിന്നണ്ടല്ലേ? നമ്മള് പൂ തിന്നാൻ വന്നല്ലോ. അല്ല, ഞാൻ ചോദിച്ചത്. ഇത് ക്രാബ് ആണല്ലേ? സോഫ്റ്റ് ഷെൽ ക്രാബ് ആണ്. നമ്മൾ അന്ന് ടോണിയുടെ കഴിച്ചില്ലേ? അതേപോലെ അവന്റെ ഷെല്ല് ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഷെല്ല് മാറ്റിയിട്ട്, അല്ല എനിക്കൊന്നും അവന്റെ ഇല്ലാന്ന് തോന്നുന്നു. അവന്റെ തിന്നാൻ പറ്റുന്ന ഷെല്ലായിരുന്നു. അത് ഷെല്ലല്ല. അത് ബേസിക്കലി ഇതിൽ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ല് മാറ്റിയിട്ട് ക്രാബ് മീറ്റ് എടുക്കും. എന്നിട്ട് അതിനെ ബാറ്ററിൽ മുക്കി പൊരിക്കും. നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ അത് ഷെല്ല് ഇല്ല, അത് ആ ബാറ്ററാണ്. നമുക്ക് എടുക്കാം.
ഇതാണ് സാധനം. സോഫ്റ്റ് ഷെൽ ക്രാബ് തായ് ചില്ലി മയോ. ഓക്കെടാ, ഇത് ഒന്ന് കാണിച്ചു കൊടുത്ത സാധനം ബ്രോ. ഗൈസ് ഇതൊരു ഭീമാകാര സത്വത്തിന്റെ രൂപത്തിലിരിക്കുകയാണ്. കുറച്ചുണ്ട് ഗൈസ്. ഇത് കടി അടിച്ചു നോക്കട്ടാ. ഇല തിന്നാവോ? ഇല തിന്നോളൂ. എനിക്ക് ഇതിന്റെ അകത്ത് ഇരിക്കണൊക്കെ എഡിബിൾ ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ എന്തൊക്കെയോ മസാലയൊക്കെ ഉണ്ട് കേട്ടാ. ഡെക്കറേഷൻ ആയിട്ട് ചെറുതായിട്ട് ഫ്ലേവറിങ് സംഭവമായിരിക്കും. കടിയാണ്. ഓ ഓ പെൻഡാബ്ലസ്. ഇത് പോളി സാധനം കഴിച്ചു. ഭയങ്കര ജ്യൂസിയും ഭയങ്കര സോഫ്റ്റും ആ മാവിൻ്റെയും ബാറ്ററിൻ്റെ ഒക്കെ ഫ്ലേവറും കിട്ടും കേട്ടാ. ബേസിക്കലി അതിൽ ഓൾറെഡി ആ മയോണൈസിന്റെ ഇതുണ്ട്, വേറെ സോസിന്റെ ആവശ്യമില്ല. മനസ്സിലായല്ലേ? തായ് ചില്ലി. എടാ ഇല എനിക്കൊന്ന് ഡെക്കറേഷൻ ചോദിച്ചിട്ട് കഴിച്ചാൽ പോലെ എന്നാണ് ഞാൻ അറിയുന്നത്. അതിന് നല്ല ഫ്ലേവർ വല്ലതും ഉണ്ടോ ആ ഇലയിൽ? കഴിയടാ, അതൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ കൊണ്ടുപോകണം. ആണോ? വലിയ മോശം ടേസ്റ്റ് ഒന്നുമില്ല. ടേസ്റ്റ് ഉണ്ടോ? മറ്റേ ദുബായി പോകുമ്പോൾ ഗർഗർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടൂലേ, ഒരു ഇല, അതിന്റെ ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കാം. ഒരു സാധനം കഴിച്ചു നോക്കിയ സാധനം ബ്രോ. ഇല തിന്നാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. റോക്കറ്റോ? റോക്കറ്റോ? ലെറ്റ്യൂസ് തന്നെ കേട്ടോ. റോക്കറ്റ് ലീവ്സ് ആണ്. ഓഹോ എന്നാണ് എന്റെ വിശ്വാസം. റോക്കറ്റ് ലീവ്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഐറ്റം നിന്ന് നോക്കും. നമ്മളെ മെയിൻ സ്റ്റാർ ഓഫ് ദ ഷോ ക്രാബ്. എന്ത് ക്രാബാണ് സാധനം ബ്രോ? സോഫ്റ്റ് ഷെൽ. ഇത് എത്ര രൂപയായിരുന്നു? ഇത് 800 രൂപ ആയിരിക്കും. 800 സംതിങ്. ഗ്ലാസ് നോക്കാൻ വരെ. ആ കടി എനിക്ക് ഇവിടെ കിട്ടും. എന്റെ കിടില സാധനം അല്ലേ? എന്താ ടേസ്റ്റടാ. അതാണ് ഞാൻ പറഞ്ഞ സാധനം. സോസിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. ആ മാവി മുക്കി പൊടിച്ചേക്കണ ആ മാവിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ്. നെക്സ്റ്റ് ലെവൽ ഐറ്റം. ഇതേവരെ മെനുവിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. തായ് ചില്ലി മയോ എന്ന് പറഞ്ഞ ആ ഒരു സാധനം അവരിതിട്ടുണ്ട്. അതാണ് ആ മഞ്ഞ കളറിലുള്ള ലൈനായിട്ടിരിക്കുന്നത്. കിഡിലൻ ടേസ്റ്റ് ഗൈസ്, കിഡിലൻ ടേസ്റ്റ്. സത്യം കേട്ടോ. ഞാൻ അധികം ക്രാബ് കഴിക്കാറുണ്ട്, പക്ഷെ ഇത് കിടില സാധനം. പൊളിച്ച് സ്കിന്ന സാധനം കേട്ടോ. ഇത് ആ ഇലയും കൊള്ളാം, പൂവും കൊള്ളാം. പൂവിന് എന്ത് ടേസ്റ്റ് ആണെന്ന് ഇൻഡിവിജ്വലി ഞാൻ പറഞ്ഞില്ല. ആ ചെമ്പരത്തിയൊക്കെ തിന്നുമ്പം അതിൻ്റെ മൂട്ടിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഉള്ള ടേസ്റ്റ് പോലെ. പൂവൊക്കെ എനിക്കറിയാം കേസ്. പക്ഷെ ഈ സാധനം മോനെ അടിമോനെ പൂക്കുറ്റി സൂപ്പർ കിലോ സാധനം. കണ്ണൂർ മാട്ടം പീസെടുത്ത് തിന്നോണ്ടിരിക്കണം. ഇതിന്റെ യഥാർത്ഥ എഫക്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിവിടെ എത്തിക്കാണും സാധനം ബ്രോ. കുഴപ്പ സാധനം കേട്ടോ. അടുത്ത ഐറ്റം വരട്ടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഐറ്റം എത്തി ഗൈസ്. ഇതെന്താ സാധനം? അതാണ് മെയിൻ കോഴ്സ് ഒന്നും. ഇതാണ് പാട്തായ്. പാട്ടിയോ? പാട്തായ് അല്ലേ? നാരങ്ങ പിഴിഞ്ഞ് കഴിക്കാനല്ലേ? നാരങ്ങ പിഴിഞ്ഞ് കഴിച്ചാൽ നൈസായിരിക്കും. ഇത് നല്ല രസമുണ്ട് കേട്ടോ. കറുത്ത പ്ലേറ്റിലെ ഫുഡ് ഒന്ന് വീഴണം ഭംഗിയായി. രണ്ട് നാരങ്ങ ഉണ്ടാവും. ആ ഓക്കെ, ഞാൻ എൻ്റെ നാരങ്ങ നിനക്ക് തരാം. കുറച്ച് പിഴിഞ്ഞിട്ട് പാതി ഇപ്പുറത്ത് തന്നാ സാധനം. ഓക്കെ. ഇതെന്താ സാധനം? പാട്തായ്. പാട്തായ് എന്ന് പറയുന്നത് അത് തായ്ലൻഡിലെ നാഷണൽ ഡിഷാണ് ഈ സാധനം. ആണോ? സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡാണ്. നൂഡിൽസ്, പീനട്സ്, നൂഡിൽസ്, പീനട്ട്, ചിക്കൻ, പിന്നെ എഗ്, അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിട്ട് ഇത് ഒരു തരത്തിലുള്ള ഹോക്കർ ഫുഡ് എന്ന് പറയടാ. ഈ സ്ട്രീറ്റ് ഹോക്കേഴ്സ് വിൽക്കുന്ന സാധനമുണ്ട് തായ്ലൻഡിൽ. പാട്തായ് എന്ന് പറയുന്നത് കട്ട കംഫർട്ട് ഫുഡ് എന്ന് പറയാം ഇതിന്. ആണല്ലേ? തായ്ലൻഡുകാരുടെ നാഷണൽ ഡിഷ്. മസാല ദോശ നാഷണൽ ഡിഷ്. സദ്യ. നമുക്ക് ഒരു നാഷണൽ ഡിഷ് ഇല്ല ഇന്ത്യക്ക്. ഇന്ത്യക്ക് ഇത്രയും സംസ്ഥാനങ്ങളുള്ളതുകൊണ്ടേ അടിയാവൂടാ. ഒരെണ്ണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അതെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കൺസ്യൂം ചെയ്യുന്ന ഡിഷ് ബിരിയാണിയാണ്. ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് പല തരത്തിലുള്ള ബിരിയാണിയാണെന്നേ ഉള്ളൂ. പക്ഷേ ഓവറോൾ നോക്കണം. ഇന്നെങ്ങാനും ഞാൻ തിന്നുമെന്നുള്ളത്. ഉരുട്ടി കളിക്കുന്നു. കുറച്ചെടുത്ത് തിന്നടാ. ഓക്കെ, ഇത്രയും തിന്നാം കേസ്.
ഫസ്റ്റ് ബൈറ്റ് ഓഫ് പാട്ട് തൈ ആണോ അതിന്റെ? റിച്ച് ഇൻ ഫ്ലേവർ. വാക്കകത്ത് കയറി ചെന്നപ്പോൾ തന്നെ അത് 4 ദിക്കിലോട്ടും പറന്ന് തന്നിട്ട് അറിയിച്ച് ഒരു തായ് ഡിഷ് വായി കയറി വന്നിട്ടുണ്ടെന്ന്. എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സ് ആണ് ഗൈസ്. ഇങ്ങനെ പ്ലസ്കനെ കയറി എൻ്റെ വാക്കകത്ത്. കൊള്ളാം. പക്ഷെ എനിക്ക് ഇത്തിരി തിന്നാൻ പറ്റില്ല, കാരണം അത്രയും മൈദ ചെയ്യണം. കുറച്ച് കഴിച്ചാൽ ബാക്കി ഞാൻ കഴിച്ചോളാം. അതെ, പക്ഷെ ചിക്കനൊക്കെ എത്തിപ്പൂരം ഉള്ള കേട്ടോ. ചിക്കൻ ഉണ്ട്, അതിന്റെ ബാക്കി അതിൻ്റെ അകത്തുണ്ട്. അതെ, ചിക്കനോട് ഒന്ന് കയറ്റി പോകട്ടെ. നൈസല്ലേ? നമ്മൾ ഡൽഹിയിലൊക്കെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പം അതിൽ ഒരു സോസ് ഒരുപാട് ഒഴിക്കും. എനിക്ക് അതുപോലെ ഒരുപാട് സോസ് ഉള്ളൊരു ഫീലാണ് പറഞ്ഞത്. എന്തൊക്കെയോ സോസുകൾ ഒരുപാട് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. കൊള്ളാം, നല്ല ചിലപ്പം അവരുടെ ട്വിസ്റ്റ് ആയിരിക്കാം. കൊള്ളാം, സാധനം കൊള്ളാം. വേറെ കേസാടാ, ഇവിടെ ഈ ഷെഫൊക്കെ തായ്ലൻഡിൽ നിന്നുള്ളവരുണ്ട് കുറെ പേര്. ബേസിക്കലി ഞാൻ പറഞ്ഞേ നമ്മൾ പറ്റിക്കൂല. അത്യാവശ്യം ഏകദേശം നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. പീനട്ടാണ് ഇതിന്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്, മനസ്സിലായില്ലേ? പീനട്ട് അവരുടെ മിക്ക ഡിഷസിൽ ഞാൻ ഇപ്പം നോക്കിയപ്പം അത് കോമൺ ഫാക്ടറാണ്. അത്യാവശ്യം അവർ പീനട്ട് ലവേഴ്സാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി തിരണം കൈസാണ് ഇതിന്റെ പ്രത്യേകത. കടലാകൂട്ടിൽ കെട്ടിക്കടലിന്റെ കൂടുണ്ടാക്കി ഞാൻ മുമ്പ് പാട്ടേ കഴിച്ചിട്ടുണ്ട്. ഇതാ ലെമൺ സ്ക്യൂസ് ചെയ്തപ്പോ ഉണ്ടല്ലോ, വേറെ ലെവൽ. പക്ഷെ എനിക്ക് ലെമൺ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ വെയിറ്റ് പക്ഷെ ഞാൻ കാണിച്ചിരുന്നു ആ ലെമണിന്റെ ടേസ്റ്റ് ഈ ഒരു സാധനം. എനിക്ക് ലെമൺ നേരത്തെ കിട്ടിയില്ലായിരുന്നു ഗൈസ്. ഞാൻ ഒഴിക്കുന്ന സ്ഥലത്തുനിന്ന് ഇടേ. ഓക്കെ ഓക്കെ ഓക്കെ. മിക്സ് ചെയ്തിട്ട് അടിപൊളിയാടാ, നല്ല ടേസ്റ്റ്. കുറച്ച് കഴിഞ്ഞാൽ ലെമണിന്റെ ടേസ്റ്റ് ഓവർ പവർ ആവേ. ഇത് ഞാൻ മറ്റേ എടുത്തിട്ട് തരേണ്ടി വരും. എനിക്ക് തോന്നുന്നു നീ ആ നാരങ്ങ പുഴിഞ്ഞ സ്ഥലത്ത് നിന്ന് മൊത്തം കൂടെ എടുത്തങ്ങ് തിന്നു തോന്നേട്ടാ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. ഇത് എന്റെ കറക്റ്റാണ്. ഞാൻ അത് മിക്സ് ചെയ്തതും ഇത് കഴിച്ച് ഇതാകുമ്പോൾ എനിക്ക് കറക്റ്റാ എൻ്റെ ടേസ്റ്റ് അറിയാം. ഇതേമാതിരി കൊച്ചു UKG പിള്ളേരെ കൊണ്ടുവന്ന് പിക്നിക്കിനുണ്ടോയുണ്ടല്ലോടാ അത്. നമ്മള് ഡിസ്കവറി ചാനലിലെ പാമ്പ് ഇര പിടിക്കുമ്പോൾ അവസാനം വാഴകത്ത് കയറി പോകുമല്ലോ. അപ്പുറത്തേക്ക് ഇരിക്കുന്നവര് പേടിച്ചൊക്കെ നോക്കണേ എന്ത് ചെയ്യണം. നൂഡിൽസിനെ കടിച്ച് തിന്നു. അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റ് ഉള്ള സാധനം. ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു മീല് നൈസായിരുന്നു, കൊള്ളാം. പിന്നെ ഇനി ഒരു മോക്ടെയിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലേ. വേറൊരു കാര്യം നിങ്ങൾ കാണിച്ചു തരാൻ വിട്ടുപോയി ഗൈസ്. 5 സ്റ്റാർ ഹോട്ടലുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാൻ അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. മെനുവിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗങ്ങളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ മോക്ടെയിൽസ് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ലിക്കർ ഇല്ലാത്ത ഡ്രിങ്ക്സ് ഒക്കെ. ഇതൊക്കെ നല്ല വിലയാണ് കേട്ടോ അതിനൊക്കെ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ലിക്കർ സെക്ഷൻ. നിങ്ങൾ ഇത് 30 ml 30 മില്ലി ലിറ്ററിൻ്റെ പ്രൈസാണ് നിങ്ങൾ ഈ കാണുന്നത്. 2000 രൂപ ഒരു സ്മോളിന്. ഗ്ലെൻഫിഡിച്ച് 18 വർഷമാണ് അത്. സ്കോച്ചിനൊക്കെ അതാ ജോണി വാക്കർ ബ്ലൂ ലേബലിൻ്റെ ഒരു 30 ml 4200 രൂപയാണ് ഗൈസ് വില. ഒരു കുപ്പിക്ക് സരിബ്രോ 16000 രൂപയാണ് ഒരു കുപ്പിക്ക്. അതെ സാറേടാ, ഇന്ന് ലാഭവും നോക്കടാ. കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയൊന്ന് വിലയും നോക്കണ്ട, ആ സെക്ഷനിലോട്ട് പോവേം വേണ്ട. ജ്യൂസിന്റെ സെക്ഷനിൽ പോയിട്ട് ഞാൻ ഒരു മോക്ടെയിലും കുടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകും. എത്ര കൂടി പോയാൽ 300 രൂപ. അല്ല, ലിക്കർ ഇല്ലാത്തതിന്റെ വിലയാണ് അതിന്റെ അപ്പുറം കോമഡി. ലിക്കർ കുടിക്കുന്നവരെ കാശ് എത്ര പോകുന്ന? നിക്ക് ഞാൻ അതിനുള്ള സൊല്യൂഷൻ ഇപ്പൊ ഉണ്ടായി തരാം. സ്വാദിക ലിക്കർ ഇല്ലാത്ത സാധനമാണ് 875 രൂപ. നാരങ്ങ വെള്ളത്തിന് 875 രൂപ. അത് കോക്ടെയിലാണ് കേട്ടോ. സോറി, മോക്ടെയിൽ ഇപ്പുറത്തോ 475 രൂപ. പട്ടായ എയിൽ മോക്ടെയില് വില കൊണ്ട് കേട്ടോ 475. ഇപ്പുറത്ത് ഈ സൈഡിൽ വേറെ എല്ലാം 475. ഓ, എല്ലാം 475. എല്ലാം 475. അതിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്ക് നീ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. മറ്റേ ഞാൻ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ, തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന പൈനാപ്പിള്, ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സുക്കോട്ടോറി ഉണ്ട് ഇതിനകത്ത്. അപ്പം സുന്തോറി ടോക്കി 1000 വിസ്കി. ഇത് കണ്ട, ഇതാണ് ഓൾ അവർ സ്റ്റാൻഡേർഡ് പോറിംഗ് ഈസ് 30 ml. 30 ml ഈ വില നിങ്ങൾ കാണുന്നത്. ടെക്കീല ലിക്കർ. പക്ഷേ ഇവിടെ ഫുഡിൻ്റെ കൂടെ ആൾക്കാർക്ക് ഇത് കൺസ്യൂം ചെയ്യാം.
ഓൾഡ് മങ്കിന്റെ ഒരു 30 ml പിന്നെ 325 രൂപയാണ്. വേറെ സൈബ്രോ ഒരു ഓൾഡ് മങ്കിന്റെ ഫുള്ള് കുപ്പി 1600 രൂപ സംതിങ്ങേ ഉള്ളൂ. കുടിക്കണ്ടാ ഞാൻ പറഞ്ഞ ആൾക്കാർ കുടിക്കണ്ട. വില കൂടിയ സാധനങ്ങളൊക്കെ എന്തിനാ കുടിക്കുന്നത്? വേറെ വേണ്ട. ഇവിടെ ഈ ആൽക്കഹോൾ പെയറിംഗ് എന്നൊരു സംഭവം. അത് ചില ഫുഡിന്റെ കൂടെ ഈ ആൽക്കഹോൾ നൈസായിട്ട് ബാലൻസ് ആയി പോകും. അപ്പൊ ഈ ജാപ്പനീസ് വിസ്കി കഴിഞ്ഞാൽ ആ ജാപ്പനീസ് ഫുഡ് ഫെസ്റ്റിവൽ നടന്നില്ലേ, ഒന്ന് ഞാൻ കണ്ടായിരുന്നു. അവർ ഈ ജാപ്പനീസ് വൈന് സാധനങ്ങളൊക്കെ ഇതിന്റെ കൂടെ പെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ പിന്നെ ചീസിന്റെ ചില സ്ഥലങ്ങൾ വരുമ്പോൾ അപ്പോഴും വൈന് ആൽക്കഹോൾ സംഭവം വരും. വൈൻ ടേസ്റ്റിങ്ങിനൊക്കെ ഇങ്ങനെ ഓരോരോ ഫുഡിന്റെ ഈ ഫുഡും വൈനും തമ്മിൽ ഭയങ്കര ചില കോമ്പിനേഷൻസ് ഉണ്ട്. അതും ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ മറ്റേ വെറുതെ വെച്ചേക്കുന്നത്. പക്ഷെ അല്ല, ചിലർക്ക് ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവര് ഇത് ഇഷ്ടം പോലെ ഉണ്ട് കഴിക്കുന്നതാണ്. അതിന് കുറെ സയന്റിഫിക്കൽ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എന്തൊക്കെയോ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആ ലെവലിൽ. ഈ വൈൻ കോൺസ്യൂർ എന്ന് പറഞ്ഞാൽ അത് ഒരു ജോലി തന്നെയാണ്. വൈൻ്റെ ഒക്കെ ചില വൈൻ്റെ ഒക്കെ വില കേട്ട് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വരെ വില വരുന്ന വൈനുകളുണ്ട്. ഫ്രാൻസിൽ പോടാ, നീ ഫ്രാൻസിൽ പോയി ടെസ്റ്റ് ചെയ്യും. അല്ല എനിക്ക് വൈനൊന്നും വേണ്ട. എനിക്ക് വിനിയാഡ് ഉണ്ടല്ലോ, മുന്തിരിത്തോപ്പുകളിൽ പോയിട്ട് മുന്തിരി പറിക്കുക, ഫ്രഷ് ആയിട്ട് അവരെ സെല്ലാറിൽ നിന്നൊക്കെ എടുത്തിട്ട് ഓരോരോ വർഷത്തിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കും. അതിൽ നിന്ന് അങ്ങനെ എടുത്ത് കുടിച്ച് നല്ല രസമുണ്ട്. പൈസ ഒക്കെ ആര് കൊടുക്കുമെന്തോ, നീ കൊടുക്കും, വേണമെങ്കിൽ എന്നെ കൊണ്ടുപോയിക്കോ. ഓക്കെ ഗൈസ്, ഇതാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഡിഷ് ഓഫ് ദ ഡേ. മോക്ടെയിലും കൂടെ വരും. ഡിഷ് ഇതായിരുന്നു ലാസ്റ്റ് ഉള്ള. പക്ഷെ നല്ല ഫുഡ് കേട്ടോ, തായ് ഫുഡ്. എനിക്ക് ഏഷ്യൻ ക്യൂസീൻ ഇഷ്ടമാണ്. ഏറ്റവും ഫേവറേറ്റ് പക്ഷെ ജാപ്പനീസ് ആണ്. ഏഷ്യൻ അല്ലേ, ഏഷ്യൻ ക്യൂസീൻസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ജാപ്പനീസ് ആണ്. ഇത്രയും നാളും കഴിച്ചാലും അത് മാറിയിട്ടില്ല. സൂഷിയൊക്കെ തരുന്നൊരു ഫീല്, അല്ലെങ്കിൽ ഒരു റാമേനൊക്കെ തരുന്നൊരു ഫീൽ അത് വേറെ തന്നെയാണ്. എൻ്റെ പേരെന്തിനായിരുന്നു? പാട്തായ് കൊള്ളാം. മോക്ടെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഗൈസ്, നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാമല്ലോ. എന്തിനാ പറഞ്ഞിട്ട് അവരുണ്ടാക്കുന്ന വീഡിയോ എടുക്കാം. ഞാൻ ചോദിച്ചായിരുന്നു പെർമിഷന്. പുള്ളിക്കാരനത് ചെയ്യുന്നതിന്റെ എടുക്കട്ടെ. അത് ഇത് ചെയ്യണ എന്റെ സാധനമായി. ഇതെല്ലാം എനിക്ക് തോന്നുന്നു തായ് ആൾക്കാർ ബാക്കിൽ മുതുകിലൊന്നും പോയി ഇരിക്കില്ല, ഇവിടെ നിന്നല്ലേ. അവർക്ക് നടക്കുന്ന സ്ഥലം വേണം ഷെഫ്സിന്. മനസ്സിലായി. പുള്ളിക്കാരൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാണ് കേട്ടോ. സോയ് സോസ് ഒഴിക്കുകയാണെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. നമ്മളെ ചീനച്ചട്ടിയില്ലേ, പിന്നെ അവര് പറയണതാണ് വോക്ക് എന്നാണ്. ഇവിടെ പാത്രം എടുത്ത് പ്ലേറ്റ് സെർവ് ചെയ്യും കേട്ടോ. അമ്പടി ജിഞ്ചിനൊക്കടി. ഇതെനിക്ക് തോന്നുന്നു ഹെഡ് ഷെഫ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഹെഡ് ഷെഫ് ആണെന്ന് തോന്നുന്നു. അല്ല, ആ ചേച്ചി പെണ്ണുമ്പിള്ളല്ല, എൻ്റെ സ്ത്രീ, ഇവരാണ് ഓർഡർ നോക്കിയിട്ട് ഓരോ സാധനം. അത് അവരാ ശരി, നല്ല രസമല്ലേ അവർ എടുക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗി. പാത്രം കഴിയണോ? എവിടെ തുറപ്പേ, ചൂല് മെയിൻ സാധനം നോക്കിയാണ് അവര്. തുറപ്പുണ്ട് ഇവിടെ, തുറപ്പായിട്ടാണ് കഴിയണം. തുറപ്പെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ചൂല്. ഈ പുള്ളിക്കാരിയാണ് ഇതിൻ്റെയൊക്കെ ഓർഡർ കൃത്യമായിട്ട് എടുത്ത് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഷെഫ് പിള്ള പറഞ്ഞ മറ്റേ മെയിൻ ഷെഫ് പുള്ളിക്കാരിയായിരിക്കും. എല്ലാ ഓർഡറും കൃത്യമാണോ എന്ന് നോക്കി എല്ലാം ചെയ്യുന്നത് പുള്ളിക്കാരിയാണ്. ഉണ്ടാക്കാൻ പോകുന്നതാണ്. തീയൊക്കെ കത്തുന്നത് ഇങ്ങനെ കരിഞ്ഞ പോലെ എന്തോ സനുബ്രോ. തീയൊക്കെ കത്തണം അവിടെ. തായ്ലൻഡിലപ്പോൾ അവർ അയ്യോ എന്ത് രസമാണ് കാണാൻ. സനുബ്രോ എന്തിനായി കത്തിക്കണം? അപ്പൊ ഇത്രയും നേരം ചൂടല്ലായിരുന്ന? ആരുടെ ചോദിച്ചു എണ്ണ കളഞ്ഞവര് അത് ചൂടായിട്ട് ഇപ്പൊ നല്ല ചൂടാണ്. സാറ് ചൂടാക്കി എണ്ണ കളഞ്ഞപ്പോ അതിന്റെ ആ ഹീറ്റ് ഇതിന് വീണ്ടും എണ്ണ ഒഴിച്ചു കൊള്ളാം. ചൂടാക്കി കളയണം. മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തോന്നുന്നു. ഒരുപാട് പഠിച്ചിട്ടില്ല, പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് അതാണ് തോന്നുന്നത്. ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചേക്കാണ്. ഇത് സൂപ്പർ അല്ലേ? ഒരു ഓക്കിനകത്ത് ചെയ്യണം. പറക്കണ തീയൊക്കെ. ഇതൊക്കെ കാണാൻ എന്ത് രസം. ഇതൊക്കെ
ഇതാണ് അവരുടെ സർവീസ് സ്റ്റേഷൻ. ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വീണ്ടും തീ കത്തി അമ്പടെ പുളിസി. ഞാൻ ചോദിക്കട്ടാ? ചേച്ചിയോട് ചോദിച്ചോ. ചേച്ചി ചോദിച്ചോ? അവരെന്തോ അവർ വർക്ക് ചെയ്തോ അവരോട് ചോദിക്കാം. ചോദിക്കാം, അത് കുഴപ്പമില്ല. അത് സീൻ ഇവർക്ക് ബിക്കോസ് ഡിലേ അടിക്കാൻ പറ്റൂല. ആൾക്കാർ വെയിറ്റ് ചെയ്യണം ഫുഡിന്. ബേസിക്കലി ഇവരുമായിട്ടൊരു ബന്ധമില്ലാത്ത ആദ്യമാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത്. മനസ്സിലായി. ഓരോ ഡിഷും പുറത്തു പോണതിന് മുന്നേ ആ പുള്ളിക്കാരി കൊടുക്കുന്ന കെയർ കണ്ട. ഓരോ ഓർഡറും നോക്കിയിട്ട് കൃത്യമായിട്ട് ചോദിച്ചു നോക്കാം. ഇതെന്താ ഇത്? കഞ്ഞിയുള്ളൂ? ഡെസേർട്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഷെഫെന്തോ കലിപ്പിലാണെന്ന് തോന്നുന്നു. Just a small doubt. When they do that heat thing, no, that fire. What is the purpose of that? Like, so they already flame to come inside. Oh. And then they throw the oil back, no? Like they shift the oil. The oil is for seasoning. Like that. So basically, it's for the heating that wok, no? Like Yeah, this is seasoning the wok. seasoning the wok. And you are I'm Executive chef. number 2 here. Number 2 chef. Executive chef. Okay. Sous chef, right? And number 1 chef? number chef Kedar Bope. Ketar. Great. Nice food, really. Nice food. Enjoyed. Yeah, we enjoyed it. പുള്ളിക്കാരൻ sous chef ആണ്. Second rank ആണ്. Call me 1, call me 2, call me 3. ഞാൻ പറഞ്ഞത് കുറെയൊക്കെ കറക്റ്റ് ആണ്. ഊഹിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലേവർ ആ എണ്ണയിൽ പിടിക്കാൻ, ആ ചട്ടിയിൽ പിടിക്കാൻ വേണ്ടിയാണ് അവർ അത്രയും ഹീറ്റ് ആക്കിയിട്ട് അത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് ആയിട്ട് ഒരു സാധനങ്ങൾ ഇട്ട് തുടങ്ങും. മനസ്സിലായി? അതെന്നാ കണ്ടില്ല, ചൂടാക്കിയിട്ട് പതുക്കെ കളയും. ഫ്ലെയിം അകത്തോട്ട് വരുത്താൻ വേണ്ടിയാണ് അത് ചെയ്യണത്. ബ്രോ മോക്ടെയിൽ കുടിക്കാൻ പോവാ. മൊത്തത്തിൽ വന്ന ഇല്ല വന്നു കേസ് മോക്ടെയിൽ കുടിച്ചേക്കുന്നത് തോന്നുന്നുള്ളൂ. അയ്യോ ഇല്ല, ഒരു ഗ്ലാസിന്റെ ബാധ്യമാണ്. നിങ്ങളുടെ 475 രൂപ. വാ എടാ നോക്കടാ, ഇതെന്തോന്നത്? ഇത് ആര് കുടിച്ചിട്ട് വെച്ചേക്കണത്? കാൽ ഗ്ലാസേ ഉള്ളൂ ഇത്. അതിൻ്റെ അകത്ത് ഒരു കാന്താരി മുളകും ഒരു ഇലയും. ഓ മൈ ഗുഡ്നസ്. നിങ്ങൾ എന്തോ ലിക്കറിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. എന്താ ഇത്? ഇതിപ്പോ 30 ml. ഇതൊരു പെഗിന്റെ അത്രയല്ലേ ഉള്ളൂ. ഓ ഇലയത്ത് കളഞ്ഞാലോ? മുളകൊക്കെ ഉണ്ടല്ലോ. 470 ഇല്ലടാ. ഇല്ലല്ലേ, ഞാൻ കുടിച്ചു നോക്കട്ടെ. 470. മധുരമൊന്നുമില്ല അധികം. അപ്പം നല്ലതായിരിക്കും. നിങ്ങൾ ജിഞ്ചർ എയിലാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതൊരു ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു സ്പാർക്ലിംഗ് വാട്ടർ, ഒരു ഡ്രിങ്ക്. മാങ്ങയുടെ എവിടെയൊക്കെയോ കുറച്ച് ടേസ്റ്റ് ഉണ്ട്. കൂടുതൽ ലെമണിന്റെ ടേസ്റ്റ് ആണ്. 475 രൂപ കൊണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കൊള്ളാം. നല്ലൊരു റിഫ്രഷിങ്, ഭയങ്കര റിഫ്രഷിങ് ആണ്. കൊള്ളാം. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇതിങ്ങനെ വേണ്ട, ഇങ്ങനെ കലക്കിയിട്ട് കുടിച്ചാൽ. മുളക് കൂടെ എടുത്തൊരു കടിയായിരിക്കും. നീ ജ്യൂസ് കുടിക്കുന്നതിന് ഇതില്ലാതാവും. എടാ വെറുതെ ഇത് അതാ എരി കുറച്ചൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതാ മുളകെടുത്ത് കടിച്ചു കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയുള്ളതല്ലേ. എരിയുടെ ഇത് കിട്ടാൻ വേണ്ടിയാണ് കട്ട് സ്ലിറ്റ് ചെയ്തിട്ടേക്കണം. മുളകിന്റെ വെട്ടിയാണ് ഇട്ടേക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ആ സ്പൈസ് പതുക്കെ ഇതിൽ ഇൻഫ്യൂസ്ഡ് ആവുന്നതാണ് കുടിക്കും. അതിൻ്റെ ഇത് ഇല ഡെക്കറേഷൻ ആണ്. ഇലയിലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരു കൂടി കൂടെ കുടിച്ചോട്ടെ ഗൈസ്. ബെസ്റ്റ് മുളക് കടിച്ചോ? നീ എല്ലാം എൻ്റെ അടുത്ത് കടിക്കാൻ വന്നോ? പിന്നെ നല്ല കാന്താരി മുളകായിരിക്കും. അത്യാവശ്യം എരിവുള്ള വേറെ രസം കേട്ടാടാ, തായ്ലൻഡിലെ മുളകില്ലേ നല്ല എരിയാണ്. കിട്ടുന്നേക്കാട്ടി എലിയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സുഹൃത്തുക്കളെ. നല്ല എരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഷെഫ് പിള്ള പറഞ്ഞതനുസരിച്ച് ഗൈസ്, ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകളിൽ വരുന്നതും എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശപ്പ് തീർക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി മേടിച്ച് കഴിക്കണമെന്നല്ല. ഒരു റെസ്റ്റോറൻറ്റ് വരുമ്പോൾ നമ്മൾ അതൊരു സിനിമയ്ക്കൊക്കെ പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിനൊക്കെ പോകുന്ന പോലെ നമ്മൾ അവിടെ ചെന്ന് ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അവിടെ ഇരുന്ന് ഓരോ ഫുഡ് വരുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുക, അതിൻ്റെ സ്മെല്ല് ആസ്വദിക്കുക, അത് കഴിച്ച് ആസ്വദിക്കുക. അങ്ങനത്തെ ഡൈനിങ്ങിന് ആ എക്സ്പീരിയൻസിന് നമ്മൾ കൊടുക്കുന്ന വിലയാണ് ഇതൊക്കെ, അല്ലേ സനി ബ്രോ? ഇതെല്ലാം ഒരൊറ്റ പോഡ്കാസ്റ്റിൽ കൂടെ ഞാൻ പഠിച്ചതാണ്, പോഡ്കാസ്റ്റിൽ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഒരു ലൈഫല്ലേ ഉള്ളൂ. സോ കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്യുക.
ഫുഡൊക്കെ പല സാധനങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കഴിച്ചു. ഇതൊക്കെ വേൾഡിൽ പല സ്ഥലങ്ങളിലും ആൾക്കാർ കഴിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മളെ കഴിയുന്ന ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കഴിക്കുക. അല്ലെങ്കിൽ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഞാൻ നിർബന്ധിക്കില്ല ലോൺ എടുത്തിട്ട് പോയി കഴിക്കാനോ അങ്ങനെയൊന്നും അതിനുള്ളതൊന്നുമില്ല. അതെ, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പോകുന്നു. നമ്മൾ ഒത്തിരി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. നമ്മളൊക്കെ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് നമ്മളെ ടേസ്റ്റ് ബഡ്സിന് പറ്റുന്നതും കഴിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതാ ഒരു മെയിൻ സംഭവം. ഇനി ഒരു സാധനം കൂടെ ബാക്കിയുള്ള ബില്ല്. എനിക്ക് അലർജി ആയിട്ടുള്ള സാധനം. അതെ, സനിബ്രോയ്ക്ക് അലർജി ആയിട്ടുള്ള ഒരേ ഒരു ഐറ്റം വരട്ടെ. അത് അറ്റ്ലാസ് ബില്ല് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പൂനിം തോട് അതാണെന്ന് തോന്നുന്നു ക്രാബ് കേട്ടോ സനിബ്രോ. അതിന് 975 രൂപ. അപ്പൊ അത് തന്നെ വില. കണോം ചാവും മാങ് ഗായ് 850 രൂപ. പാട് തായ് ഗായ് ചിക്കൻ 850 രൂപ. ആ റേഞ്ച് ആണ് കേട്ടോ. വാട്ടർ സ്റ്റിൽ ഹിമാലയ സനിബ്രോയ്ക്ക് വേണമെന്ന് പറഞ്ഞില്ലേ, അത് 1 ലിറ്റർ പോലും ഇല്ല കേട്ടോ. 750 ml 275 രൂപയാണ്. കൊള്ളാണ്, നല്ല വെള്ളമായിരുന്നു. നല്ല വെള്ളം. അതെ അതെ, വെള്ളം കുടിച്ച്. അതെ, ബാക്കി ഇതിപ്പോഴുണ്ട്, അത് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോവാ. ഇത് ഉപ്പ ഞാൻ കുടിച്ചു വേസ്റ്റ് ആക്കുന്നില്ല. ആണ്ട ഗൈസ് 70 രൂപ അവിടെ വീണു. കുപ്പി വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ ലാസ്റ്റ് നമ്മൾ കുടിച്ച മറ്റേ ചെറിയ നാരങ്ങ വെള്ളം പോലത്തെ ഒരു സാധനം, ഓറഞ്ച് ജ്യൂസ് പോലത്തെ, അതിന് 475. ഫുഡിന് 2675 രൂപ. എയറേറ്റഡ് ബെവറേജ്, നോൺ ആൽക്കഹോളിക് ബെവറേജ്, GST CGST എല്ലാം കൂടെ ചേർത്ത് 4041 രൂപ 50 പൈസ. ഏറ്റവും കൂടുതൽ പൈസ ടാക്സിലാണെന്ന് തോന്നുന്നല്ലേ പോകുന്നത്? പാതി പൈസ ടാക്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഫുഡ് മാത്രമാണ് പേ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നമുക്ക് 2675 രൂപയുടെ ടാക്സും ബാക്കി ടാക്സും നോൺ ആൽക്കഹോൾ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. എനിക്ക് മനസ്സിലായില്ല അതൊക്കെ എന്തൊക്കെയോ ടാക്സ്. 4041 രൂപ. ഞാൻ ഒരിക്കലും പറയില്ല ഗൈസ്, നിങ്ങൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഇതുപോലത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണമെന്ന്. ഞാൻ പറഞ്ഞ കണക്ക് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. അപ്പം നിങ്ങൾ അത്രയ്ക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ 3 വർഷത്തിലോ, ചിലപ്പോൾ ഇല്ലെങ്കിൽ വൺസ് എപ്പോഴെങ്കിലും ട്രൈ ചെയ്താലും മതി. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പൈസ മുടക്കി നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത് കാണിച്ചു തരും. കണ്ടന്റ് എന്നുള്ളത് ഉപരി എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഗൈസ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. എനിക്ക് നോളജ് കുറവാണ്, പക്ഷെ അതിനുവേണ്ടി ഇപ്പോൾ സനിബ്രോ ഉണ്ടല്ലോ നമുക്ക്. എനിക്ക് ഇഷ്ടമാണ്. അതെ, അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ആ ഇഷ്ടം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സുഹൃത്തുക്കളെ തീരുമാനം. അടുത്തത് പോർച്ചുഗീസ് വേണോ, ടർക്കിഷ് വേണോ, വേറെ ഏതോ രാജ്യ സനിബ്രോ പറഞ്ഞായിരുന്നല്ല? മെക്സിക്കൻ ഉണ്ട്, മെക്സിക്കൻ വേണോ? ഈ 3 ഓപ്ഷൻ. പോർച്ചുഗീസ് വേണോ, മെക്സിക്കൻ വേണോ, ടർക്കിഷ് വേണോ? ഇതിലേതെങ്കിലും ഒന്ന് പറയൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിംഗ് us. ബൈ. വാട്ട് യു സേ താങ്ക് യു ഇൻ തായ്ലൻഡ്? സവാതിക. അതറിയാം, മറ്റേ ലേഡി ബോയ്സിന്റെ ഒക്കെ വീഡിയോയിൽ കാണാറുള്ളതാണ്. അതല്ല, മറ്റേ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽ സവാതിക, അങ്ങനെ കുറെ റീലുണ്ട്. സിനിമയ്ക്ക് അറിഞ്ഞൂടെ? അതെ, ആ റീല് തന്നെ. അപ്പോ ഞങ്ങൾ പതുക്കെ ചലിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും അതും വ്ളോഗാക്കൂടെ പറഞ്ഞാൽ മതി. അടുത്ത വീഡിയോ കാണാം.